മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ആരാധന മത്സരത്തിലെ അവസാനത്തെ 4 ആഴ്ചകൾ പള്ളിക്കൂദാശ കാലത്തിലാണ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഈ പള്ളിക്കൂദാശ എന്ന വാക്കിന്റെ അർത്ഥം സഭയുടെ പ്രതിഷ്ഠ എന്നാണ്. അതായത് അന്ത്യവിധിക്ക് ശേഷം മണവാളനായ ഈശോ സഭയെ പിതാവിനെ സമർപ്പിക്കുന്നതാണ് രംഗം. ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമൊക്കെയാണ് അതിന്റെ ചിന്താ വിഷയം. ഈ സംഭവം നടക്കുന്നത് കെസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കെസറിയ ഫിലിപ്പി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഗലീലി തടാകത്തിൽ നിന്ന് വടക്കുമാറി 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പുരാതനമായിട്ടുള്ള 4 മതവിശ്വാസങ്ങളുടെ ഉറവിടമെന്നൊക്കെയാണ് ചരിത്രകാരന്മാർ അവരുടെ താളുകളിൽ എഴുതപ്പെടുന്നത്. ഒന്നാമതായിട്ട് ബാബിലോണിലെ ദൈവമായ ബാലിന് വേണ്ടിയിട്ടുള്ള കുറെ ക്ഷേത്രങ്ങൾ. രണ്ടാമത്തേത് ഗ്രീക്ക് മിത്തോളജിയിലെ പാൻ ദൈവത്തിന് മലമുകളിൽ ഒരുക്കിയിരിക്കുന്ന കൂടാരം. മൂന്നാമതായിട്ട് യഹൂദരുടെ ഏറ്റവും പുണ്യനദി എന്ന് വിശേഷിപ്പിക്കുന്ന ജോർദാൻ ആരംഭിക്കുന്നത് ഇതിന്റെ താഴ്വരയിൽ നിന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സീസർ, അതായത് അന്ന് കാലത്തെ റോമൻ ചക്രവർത്തി, അദ്ദേഹത്തെ സേവിക്കാനായിട്ട് ഒത്തിരിയധികം ക്ഷേത്രങ്ങൾ അതിന് ചുറ്റുപാടും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. കെസറിയ ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലം ഈ സമ്പത്തിന്റെയും ഒപ്പം തന്നെ വിഗ്രഹ ആരാധനയുടെയും അടയാളപ്പെടുത്തുന്ന ഒരു കേന്ദ്ര സ്ഥലമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ക്രിസ്തു ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനൊക്കെ ശിഷ്യന്മാർ ഒത്തിരി നല്ല മറുപടികൾ പറയുന്നുണ്ട്. സ്നാപയോഹനാനെന്നും ഏലിയാന്നും ജെറമിയാന്നും ഒക്കെ. ഇതും മനസ്സിലാക്കണമെങ്കിൽ ചെറിയ പ്രതീക്ഷകളെ കുറിച്ച് അറിയണം. മെസ്സിയാനിക് ഹോപ്സ്. ഏതാണ്ട് 587 BC-യിലാണ് ബാബിലോണുകാർ വന്നിട്ട് ഈ യഹൂദരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് പ്രവാചകന്മാര് ഉടനീളം ചില കാര്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നതാണ് ഈ മെസ്സിയാനിക് ഹോപ്സ്. ഏകദേശം 4 തരത്തിലുള്ള മിശിഹ സങ്കല്പങ്ങൾ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു പുരോഹിത മിശിഹയാണ്, അതായത് പ്രീസ്റ്റ്ലി മെസ്സിയാനിക് ഷിപ്പ്. യഹൂദരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുരോഹിതൻ എന്ന് കാണുന്നത് അഹ്റോനാണ്. അപ്പൊ അഹ്റോനെ പോലെ ഒരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുരോഹിതൻ പിൽക്കാലത്ത് വന്ന് അവരെ രക്ഷിക്കും, അവർക്ക് വേണ്ടി അവരെ കാത്തുകൊള്ളുന്നുള്ളൊരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ സങ്കീർത്തനം 100 ഇതിനോടുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തെ ഒരു മെസ്സിയാനിക് ഷിപ്പ് എന്ന് പറയുന്നത് കിങ്ങിലി മെസ്സിയാണ്. യഹൂദരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും നല്ല നേതാവ് എന്ന് പറയുന്നത് ദാവീദ് രാജാവാണ്. ദാവീദിന്റെ കാലത്തുണ്ടായിരുന്ന അതുപോലത്തെ പ്രതാപവും ശക്തിയും ഒന്നും മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദാവീദിനെ പോലെ ഒരു രാജാവ് ഞങ്ങൾക്ക് വേണമെന്ന്. മൂന്നാമതായിട്ട് ഒരു പ്രൊഫറ്റിക് മെസ്സിയാനിക് ഷിപ്പാണ്. ഈ പ്രൊഫറ്റിക് മെസ്സിയാനിക് ഷിപ്പിൽ പ്രധാനപ്പെട്ട ഈ പേരുകളൊക്കെ നമ്മുടെ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഇസ്നാബയോഹനാനെന്നും ഏലിയാന്നും ജെറമിയാനെന്നും ഒക്കെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഒരു അപ്പോകാലിപ്റ്റിക് മെസ്സിയാനിക് ഷിപ്പാണ്. ഈ അപ്പോകാലിപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യവിധിയിൽ വിധിയാളനായിട്ട് വരുന്ന ഒരു മിശിഹ സങ്കല്പം. അങ്ങനെ ഈ 4 സങ്കല്പങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശിഷ്യന്മാർ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന്, യേശുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നീ സ്നാപയോഹനാനോ അല്ലെങ്കിൽ ഏലിയായോ അല്ലെങ്കിൽ ജെറമിയാന്നോ ഒക്കെ പെട്ടെന്ന് ഉത്തരം പറയണം. കേട്ടുകേൾവികളാണ്, കണ്ടെത്തലുകളല്ല. ചോദ്യം കുറേ കൂടി പേഴ്സണലാണ്. ഈശോ ചോദിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്, ഞാൻ ആരെന്നാടാ നിനക്ക് തോന്നുന്നത്? അപ്പോഴാണ് പത്രോസ് ഉള്ളിൽ നിന്ന് തട്ടിപ്പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, എല്ലാ തരത്തിലും 2 തരത്തിലുള്ള നോളേജ് ഉണ്ട്. ഒന്ന് ഗിവൺ മീനിങ് ആണ്, മറ്റൊന്ന് അക്യൂർഡ് മീനിങ് ആണ്. ഇത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞത് ഗിവൺ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിവുകളാണ്. രണ്ടാമത്തത് അക്യൂർഡ് ആണ്, നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നേടിയെടുക്കണം. വേലി കൊണ്ട് വളച്ചെടുത്തതും അല്ലെങ്കിൽ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചതും അതും അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിക്ഷേപിച്ചതും മാത്രമല്ല ധനം. അങ്ങനെയാണ് ധനമെന്ന് നമ്മൾ കരുതിയെങ്കിൽ നമുക്ക് എവിടെയൊക്കെയോ തെറ്റുപറ്റി പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും അല്ലെങ്കിൽ നമ്മളുടെ വരവും കാത്ത് വഴിയരികിൽ കണ്ണും നട്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും, അതും അല്ലെങ്കിൽ ഈ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും കുശലം പറയുന്നതൊക്കെ ഒരു ധനം തന്നെയാണ്. ഈ ഭാഗ്യവശാൽ ഇത് നമ്മൾ കണ്ടെത്താനായിട്ട് വളരെയധികം വൈകി പോവുകയാണ്. കേട്ടുകേൾവികളല്ല, കുറേയും കൂടിയൊക്കെ കണ്ടെത്തലുകൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അങ്ങനെ കണ്ടെത്തിയവരുടെ മുമ്പിൽ ഈശോ വിശേഷിപ്പിക്കുന്ന ഈ പാറയാണ്. എന്നിട്ട് ആ സ്വർഗരാജ്യത്തിന് താക്കോല് അവരുടെ കൈകളിലും
വെച്ചു തരും. ഈ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനി ഭരിച്ചിരുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ പടയാളികൾ ഒരു വിശ്വാസിനിയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം എടുത്ത വഴിക്ക് ആ സ്ത്രീയോട് ചോദിക്കും, നീ ശത്രുക്കൾക്ക് വേണ്ടിയാണ് അഭയം നൽകിക്കൊണ്ടിരിക്കുന്നത്, അത് നിനക്ക് ഓർമ്മയുണ്ടോന്ന്. എടുത്ത വഴിക്ക് ആ സ്ത്രീ പ്രകാരം പറയും, ഞാൻ ഒരിക്കലും ശത്രുക്കൾക്കല്ല, എൻ്റെ സഹോദരങ്ങൾക്കാണ് അഭയം നൽകിയത്. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ചോദിക്കും, നീ ഇത് ആർക്കു വേണ്ടി ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത്? കൂസലില്ലാതെ ആ സ്ത്രീ മറുപടി പറയും, ഞാൻ എൻ്റെ നേതാവിന് വേണ്ടിയാണ്. ഇത് കേട്ടപാടെ ആക്രോശിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള തോക്ക് ആ സ്ത്രീയുടെ ശിരസിന് മേലെ നീട്ടിക്കൊണ്ട് ചോദിക്കും, ആരാടി ഇതിൻ്റെ നേതാവെന്ന്. അതിനാ സ്ത്രീ പറയുന്ന ഒരു മറുപടിയാണ്, തൻ്റെ കയ്യിലിരിക്കുന്ന കുരിശുരൂപം ഉയർത്തിക്കൊണ്ട് എടുത്തു കാണിച്ചു കൊടുക്കും. തോക്ക് പതുക്കെ താഴേക്ക് താഴുന്നുണ്ട്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശിരസും എന്ന ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ആ സ്ത്രീ ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു സ്ത്രീയാണ്. കാരണം വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ഒക്കെ അതേ ക്രിസ്തുവിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകേൾവിയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ പൗലോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടങ്ങുന്ന അടിത്തറയും മേലാണ് നമ്മൾ ഓരോരുത്തരും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തു അത്ര. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അതുമല്ലെങ്കിൽ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടായ്മയാണ്. എന്താണ് ഈ കൂട്ടായ്മ? ദൈവരാജ്യമാണ്, അല്ലെങ്കിൽ ദൈവജനമാണ് ഈ കൂട്ടായ്മ. ഈ ദൈവജനത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ചോദ്യം, എത്രത്തോളം പോവാം? ക്രിസ്തുവോളം പോകാൻ പറ്റണം. എത്രത്തോളം സ്നേഹിക്കാം? ക്രിസ്തുവോളം സ്നേഹിക്കണം. എത്രത്തോളം ക്ഷമിക്കാം? ക്രിസ്തുവിനോളം ക്ഷമിക്കണം. ക്രിസ്തുവാണ് നമ്മുടെ അളവുകോല്. ആ ക്രിസ്തുവിലേക്കാണ് നമ്മളുടെ ജീവിതവും പടുത്തുയർത്തേണ്ടത്. പള്ളികൂദാശ കാലത്തിലും ഏറ്റവും വലിയൊരു ക്ഷണം അത് തന്നെയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാനായിട്ടുള്ള വലിയൊരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വാക്കുകളൊക്കെ ക്രിസ്തുവിലത്രേ. നമ്മൾ നടക്കേണ്ട ദൂരം ക്രിസ്തുവിലേക്കാണ്. അതിലേക്കുള്ള വെളിച്ചം ക്രിസ്തു തന്നെയാണ്. ഈ ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതും സ്നേഹത്തെക്കുറിച്ചാണ്. 1 കൊരിന്തോസ് 13-ാം അധ്യായം. സ്നേഹമാണ് സർവ്വഷ്ടം, സ്നേഹിച്ച് തീരേണ്ടതും അതേ ക്രിസ്തുവിനെ തന്നെയാണ്. ഒരു ശരിക്കും മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ശിമിയോനോട് ഈശോ പാടുന്ന ഒരു മനോഹരമായ കവിത. ശിമിയോനെ, ദൈവരാജ്യത്തിന്റെ താക്കോല് നിന്റെ കൈകളിലാട്ടോ. ശിമിയോനെ, ദൈവരാജ്യത്തിന്റെ താക്കോല് നിന്റെ കൈകളിലാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളം കൈയിലേക്ക് നോക്കുക. ഈ ഉള്ളം കൈയിലാണ് ദൈവം ആ സ്വർഗരാജ്യത്തിന്റെ താക്കോല് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഉറ്റവർക്ക് സ്വർഗം കൊടുക്കുവാനായിട്ട് നമുക്ക് തന്നെ സാധിക്കുകയുള്ളൂ. ഉറ്റവരുടെ സ്വർഗം തുറക്കാനുള്ള താക്കോല് നമ്മുടെ കൈകളിലാണ്. ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.